ഇന്ന് അടുക്കളയിൽ അടുപ്പ് കൂട്ടിയിരിക്കുന്നത് അടിക്കുള്ള അടുപ്പാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ ഭക്ഷണം വേകുന്നതിന് മുന്നേ തന്നെ അവിടെ പുകഞ്ഞു തുടങ്ങിയത് ഒരു വലിയ ഗംഭീരമൊരു അടിക്കാണ്. പക്ഷേ ഇതിൽ ആദ്യം അടുപ്പ് കൂട്ടിയത് നമ്മുടെ സ്വേച്ഛാധിപതിയായിട്ടുള്ള നെവിനാണ്. എങ്ങനെയാണെന്ന് പറയാം. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നെവിൻ നേരെ അങ്ങ് അടുക്കളയിൽ കയറി. അടുക്കളയിൽ നെവിന് വേണ്ടിയിട്ടുള്ള ദോശ എന്ന് പറയുന്നുണ്ട്, പക്ഷെ അല്ല, അപ്പം എന്ന് പറയുന്നുണ്ട്, പക്ഷെ ദോശ പോലെ നിന്ന് ചുടുന്നുണ്ട്. എന്നിട്ട് കുറേയൊക്കെ ഇളക്കി കുത്തി ഇളക്കി എങ്ങനെയൊക്കെ ചുട്ട് നെവിന് വേണ്ടിയിട്ടുള്ളതെല്ലാം കഴിച്ചു കഴിഞ്ഞു. പക്ഷെ രാവിലെ ഇതുവരെയും ആരും എഴുന്നേറ്റിട്ടില്ലായിരുന്നു. അങ്ങനെ പതിയെ പതിയെ എല്ലാവരും എഴുന്നേറ്റ് വന്നു. പ്രശ്നം തുടങ്ങിയിരിക്കുന്നത് അനുമോൾ തന്നെയാണ്. അത് അനുമോളുടെ ഭാഗത്ത് നല്ല ഒരു ശരിയുണ്ട്. കാരണം പറയാം, ഇന്നലത്തെ ദിവസത്തെ വലിയ ഭൂകമ്പ അടിയൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതിനുശേഷം നമ്മുടെ അപ്പാനി പറയുന്നുണ്ട്. അപ്പാനി ഇടയ്ക്ക് വെച്ച് പറഞ്ഞു, അനുമോളെ ഇനി കിച്ചണിൽ നിർത്തത്തില്ല, അനുമോൾ പോകണം, അനുമോളെ ഇവിടെ നിർത്തത്തില്ലെന്ന് പറയുന്നുണ്ട്. അപ്പൊ അനുമോള് പറഞ്ഞു, ഞാൻ ഈ കിച്ചണിൽ തന്നെ നിൽക്കും, ഞാൻ ഇവിടുത്തെ എല്ലാ പണിയും ചെയ്യും, ഞാൻ ഇവിടെ തന്നെ നിൽക്കും, എന്നെ ആർക്കും അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല എന്ന് അനുമോള് പറയുന്നുണ്ട്. പക്ഷേ പിന്നെ ഇതങ്ങ് തിരിഞ്ഞു. അതൊക്കെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഇപ്പൊ അത് റെന ഫാത്തിമ വരുന്നത് കൊണ്ടാണെന്നാണ് എല്ലാവരും അവിടെ ഇവിടെയും പറയുന്നത്. പക്ഷെ എങ്കിലും അനുമോള് വീണ്ടും കിച്ചൺ ടീമിലേക്ക് ഇട്ടു. പക്ഷെ കിച്ചൺ ടീമിൽ മാത്രമായിട്ടല്ല അപ്പാനി ഇപ്പൊ ഇട്ടിരിക്കുന്നത്. അപ്പാനി ഇപ്പൊ ഹൗസ് ക്യാപ്റ്റൻ ആണല്ലോ. അപ്പൊ അപ്പാനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ എവിടെ നിർത്തണം എന്നുള്ള ഒരു പവറൊക്കെ അപ്പാനിക്കാണ് ഉള്ളത്. പക്ഷെ അയ്യോ പാവം അപ്പാനിക്ക് ഈ പവർ കൈ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ അനുമോൾക്ക് കിച്ചൺ ടീമും വെസൽ ടീമും ഒന്നിച്ചു കൊടുത്തിരിക്കുകയാണ്. അതായത് അടുക്കളയിൽ ജോലി ചെയ്യുന്നവർ തന്നെ പാത്രമൊക്കെ കഴുകി വെക്കണം, അതാണ് ഇപ്പോഴത്തെ റൂള്. പക്ഷെ രാവിലെ എഴുന്നേറ്റ് നേരെ ബിന്നിയെ കണ്ടപ്പോൾ ബിന്നിയോടും പറയുന്നുണ്ട്, അനുമോള് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് കിച്ചണിൽ കയറത്തില്ല. അപ്പൊ ബിന്നി അത് കേട്ടിട്ട് ബിന്നി ഇങ്ങനെ പറയുന്നുണ്ട്, നീ അവിടെ അത്രയും വഴക്കുണ്ടാക്കിയത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംസാരിച്ചത് എന്നും. ഒന്നും അറിയണ്ട, ഞാൻ കിച്ചണിൽ കയറത്തില്ല, അനുമോള് നല്ലതുപോലെ പറയുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്. തിരിച്ച് അനുമോളുടെ കാര്യം നോക്കുന്നു. കുറച്ചധികം റെസ്റ്റ് എടുക്കാമല്ലോ, എനിക്ക് വെറുതെ ഇരിക്കാമല്ലോ, എനിക്ക് സമാധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അനുമോൾ അവിടെ ഇരിക്കുകയാണ്. പക്ഷെ കിച്ചണിന്റെ കാര്യം പൂട്ടി. അതായത് അവിടെ അപ്പാനിയാണെങ്കിൽ അയ്യോ ഞാനിനി എന്ത് ചെയ്യും എന്നുള്ളൊരവസ്ഥയിലാണ്. സംഭവം അപ്പാനിയാണെങ്കിൽ രേണു സുധീനെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ കിച്ചൺ ടീമിൽ ഇപ്പൊ നിൽക്കുന്ന ആൾക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ രേണു സുധി, ആദില, നൂറ, പിന്നെ റെന. ആദിലയും നൂറയും ഇപ്പൊ രണ്ട് മത്സരാർത്ഥികളാണ് കേട്ടോ. അക്കാര്യം കൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണേ. ആദില, നൂറ, റെന, ഇത്രയും പേരൊക്കെ അവിടെ ഇങ്ങനെ നിന്ന് പാത്രം കഴുകുന്നുണ്ട്, ഓരോന്നൊക്കെ വെക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇങ്ങനെ നിൽക്കുകയാണ്. റെന ഫാത്തിമ കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്നതല്ല. പകരം സ്വേച്ഛാധിപതികളായിട്ടുള്ള ജിസേലും നെവിനും പറഞ്ഞതിന്റെ പേരിൽ റെനയ്ക്ക് അടുക്കളയിൽ കയറാൻ എന്ന അവകാശം കിട്ടിയതാണ്. അപ്പൊ അവിടെ എന്തായാലും ആ ഒരു കാര്യം എന്തായാലും അനുമോൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടപ്പെടണ്ട, അനുമോൾ ഇഷ്ടപ്പെടരുത്, അതൊക്കെ അതിന്റെ ഗെയിമാണ്. അപ്പോൾ അനുമോളുടെ ദേഷ്യം കാണിക്കുന്നുണ്ട്. അതിന്റെ പേരില് അനുമോള് മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് കിച്ചണിൽ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. അതായത് ഫുഡ് കുക്ക് ചെയ്യുന്ന കാര്യത്തിലും രാവിലെ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലും ഒരു ടെൻഷൻ അവിടെ വന്നു. അപ്പോഴത്തേക്കും അപ്പാനിക്ക് ബുദ്ധിമുട്ടായി. അപ്പാനി അന്നേരം അനുമോള് കിച്ചണിലുണ്ട്, അനുമോള് പാത്രവും കഴുകണം എന്നൊക്കെ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയാണ്. രേണു സുധിയോട് പറയുന്നത് പോലെയൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. എന്നിട്ട് രേണു ആണെങ്കിൽ ഭയങ്കര അനങ്ങിയാണ് പണിയൊക്കെ ചെയ്യുന്നത്, പ്രത്യേകിച്ചൊരു ആക്റ്റീവ് അല്ല. അപ്പൊ കൂടെ രേണു ചേച്ചി ഇന്ന് മൊത്തം ഇവിടെ കാണണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഫുഡ് ഉണ്ടാക്കി തീരുന്നിടം വരെ രേണു ചേച്ചി ഇവിടെ തന്നെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബിന്നി ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് ബിന്നി അനുമോളടുത്ത് പോയിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ അനുമോള് ബിന്നിയോട് പറയുന്നുണ്ട്, അവിടെ എന്തിനാ ഇത്രയും പേര്? അവിടെ ആ കൂടി എനിക്ക് ഒരാൾക്ക് ഈ 18 പേർക്ക് വെച്ചുണ്ടാക്കാൻ എനിക്ക് പറ്റും. പിന്നെ ആരെങ്കിലും ഒന്ന് വന്നാൽ അരിയോ പറക്കോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ അതിന് എന്തിനാ ഇത്രയും പേര് എന്നിങ്ങനെ അനുമോള് ചോദിച്ചു. പിന്നെ അനുമോളടുത്ത് നേരം ബിന്നി ചോദിക്കുന്നുണ്ട്, റെന വന്നതുകൊണ്ടാണോ നീ കിച്ചണിൽ കയറാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എഗെയിൻ അനു പറയുന്നുണ്ട്, റെന വന്നതുകൊണ്ടൊന്നും അല്ല, അവിടെ എന്തിനാ ഇത്രയും പേരെന്നും പറഞ്ഞ് വീണ്ടും അനുമോള് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ബിന്നിയോട് സംസാരിക്കുന്നുണ്ട്. ശേഷം ബിന്നി വന്ന് അടുക്കള ടീമിൽ വന്നിട്ട് അപ്പാനിയോട് പറയുന്നുണ്ട്, ഇങ്ങനെയാണ് അനുമോള് പറഞ്ഞത് എന്ന്. അപ്പം ഇതെന്താ അനുമോൾക്കൊരു റൂള്, അനുമോൾ ഈ പറയുന്നതൊന്നും അനുസരിക്കാത്തത് എന്ത് എന്നും പറഞ്ഞ് അപ്പാനി അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഉറക്കെ പറയാനേ അപ്പാനിക്ക് പറ്റുന്നുള്ളൂ. കാരണം അപ്പാനിക്ക് അറിയാം ഇന്നലെ രാത്രി കുറെ അനുമോളെ ഇട്ട് കുത്തിയും ഞേണ്ടിയും ചെയ്തതിന്റെ പേരിലാണ് അനുമോൾ ഇപ്പൊ ഇത് ചെയ്യുന്നത്. ഇതെല്ലാം കേട്ട് ആ ലിവിങ് ഏരിയയിൽ ഇങ്ങനെ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജിസേലും ആര്യനും നമ്മുടെ അക്ബറും ഷൈത്യയും എല്ലാം അവർക്ക് 4 പേര് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ഉടനെ ആര്യൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, നമ്മൾ കയറണോ, അങ്ങോട്ട് വരണോ എന്നൊക്കെ ഇങ്ങനെ ആര്യൻ ഇത് കളിയാക്കുന്നുണ്ട്. അത് മാത്രമല്ല അനുമോള് കിച്ചണിൽ കയറിയില്ലെങ്കിൽ ഫുഡ് കൊടുക്കണ്ട എന്നൊക്കെ ആര്യൻ ഇരുന്ന് വിളിച്ചു പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അനുമോൾ ഇപ്പൊ എന്ത് സ്ട്രാറ്റജി എന്ന് ചോദിച്ചാൽ ആ ഒരു കറക്റ്റ്
ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ആരെങ്കിലും സ്വേച്ഛാധിപതി ആയിക്കോട്ടെ, എന്തായാലും അനുമോളെ സ്വേച്ഛാധിപതി ആക്കത്തില്ല, ആവണ്ട. പക്ഷെ ഈ സ്വേച്ഛാധിപതികൾ പറയുന്നത് അനുസരിക്കണം എന്ന് ഇപ്പൊ ആർക്കാ നിർബന്ധം? ബിഗ് ബോസ് സ്വേച്ഛാധിപതികൾ പറഞ്ഞത് അനുസരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് എന്തായാലും ഇതിനകത്ത് എവിക്റ്റ് ആക്കാനോ ഇജക്റ്റ് ആക്കാനോ പോകുന്നില്ലല്ലോ. അത് പ്രേക്ഷകർ തീരുമാനിക്കും. അത് മാത്രമല്ല, ഈ പറയുന്ന ഇപ്പൊ നെവിനൊക്കെ ആണെങ്കിൽ നോക്കിക്കേ, ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞത് നെവിനും ജിസേലും ഇതിനകത്ത് ബിഗ് ബോസിനകത്ത് സ്വേച്ഛാധിപതികളായത് കൊള്ളാം എന്ന് പറഞ്ഞതിന്റെ റീസൺ ഒന്ന് ഇതാണ്. നെവിന്റെ ഇഷ്ടത്തിന് ഓരോന്നും എടുക്കും, സാധനങ്ങൾ തീരും, പണിപ്പുര ടാസ്ക് വരും. പണിപ്പുര ടാസ്കിന്റെയും പവർ ഈ പറയുന്ന ജിസേലിനും നെവിനും ഉണ്ടെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. പക്ഷെ ബിഗ് ബോസ് പറയുന്ന അനുസരിച്ചുള്ള പവറേ കിട്ടത്തുള്ളൂ. ഇപ്പൊ ഇന്നലെ നോക്കുകയാണെങ്കിൽ ആ നോമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു പവർ ഈ 6 പേർക്കും കണ്ട് കൊടുത്തിരുന്നല്ലോ, ഒരു നോമിനേഷൻ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവർക്ക് കൊടുത്ത അവരത്രയും പേരും ഇപ്പോൾ ഈ പറയുന്ന സ്വേച്ഛാധിപതികളുടെ അടിമകളെ പോലെ കഴിയണം എന്നാണ്. അത് നല്ല ഭംഗിയായിട്ട് നമ്മുടെ അനീഷ് ചെയ്യുന്നുണ്ട്. രാവിലെ തൊട്ടേ അനീഷിന്റെ വക കൊട്ടാരം വക സംസാരങ്ങളൊക്കെയാണ്. അടിയൻ ഉത്തരവ് എന്നും പറഞ്ഞൊക്കെ അനീഷ് അവിടെ പറയുന്നുണ്ട്. അനീഷ് എല്ലാവരെയും പതപ്പിച്ച് തമാശ രൂപേണയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനീഷിന്റെ ഗെയിം എന്ന് പറയുന്നത് പക്കാ ഒരു ബിഗ് ബോസ് ഗെയിമാണ്. പക്ഷെ അനുമോളൊക്കെ ഈ വഴിക്ക് എത്തിപ്പെട്ടതാണ്. അനുമോളൊന്നും ഒരിക്കലും റിയൽ ക്യാരക്ടറിൽ ഇത്രയൊന്നും കിടന്ന് ടെററാകുന്ന ഒരാളല്ല. പക്ഷെ അനുമോളെ ചൊറിഞ്ഞ് ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സഹമത്സരാർത്ഥികൾ ഏറ്റവും കൂടുതലും ഇറിറ്റേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അനുമോളെയാണ്. അത് തുടക്കമൊക്കെ ഒരു കാരണവും ഇല്ലാതെയായിരുന്നു. അനുമോള് തുടങ്ങിയ സമയത്ത് വളരെയധികം സ്ട്രാറ്റജിക് ആയിട്ട് ഓക്കെ, ഇത് ബിഗ് ബോസ് പറഞ്ഞ കാര്യമാണ്, ഇതിങ്ങനെ ചെയ്യണം, ഇത് ബിഗ് ബോസിന്റെ നിയമമാണ്, നിങ്ങൾ എന്തിനാണ് നിയമം തെറ്റിക്കുന്നത് എന്ന് ചോദിച്ച അനുമോളെ ഇവരെല്ലാവരും കൂടെ കൂട്ടി കരയിപ്പിച്ച് ചൊറിഞ്ഞ് ഇപ്പം അനുമോള് നീയൊക്കെ എന്തെങ്കിലും എനിക്കിഷ്ടമുള്ളതെ ഞാൻ ചെയ്യൂ. അപ്പൊ അനുമോൾ എന്തായി? നല്ല സ്ട്രോങ് ആയി. ഞാൻ പറഞ്ഞതുപോലെ ടോപ്പ് 5 എന്തായാലും അനുമോൾ ഉണ്ടാവും. പക്ഷേ എല്ലാ വെട്ടവും ഉണ്ടാകുന്ന കണക്ക് വോട്ട് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് പിന്നെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്തോ. ഒരുപാട് സപ്പോർട്ടുള്ള ഒരു വ്യക്തി അനുമോൾ ആണെങ്കിലും അവസാനം ആ ഒരു ടോപ്പ് 1 എത്തുമ്പോഴത്തേക്കും ആരൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കും. ഏതായാലും ഗെയിമാണ്, നമുക്ക് ഇനിയും ഉണ്ട്, ഒരുപാട് ദിവസങ്ങൾ, 2 മാസത്തോളം ഉണ്ട്, നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഏതായാലും രാവിലെ തുടങ്ങിയിട്ടുണ്ട്, അടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.